നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സ്ഥിരമായി കിടന്നുറങ്ങാൻ ഒരിടം പോലും ഇല്ലാത്ത അവസ്ഥയായി പോയല്ലോ. എടി, മൂപ്പർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. വീടിടം വിഷ്ണുലോകം എന്ന് കരുതുന്ന ആളല്ലേ. എന്നാലും ചേച്ചി രഘുവേട്ടനോട് കാണിക്കുന്ന അവഗണന കുറച്ച് കൂടുതലാ. കുറച്ചൊക്കെ വേണം, അധികമായി പോവരുത്. അങ്ങേര് കുറെ നാളെ എന്നോട് ചെയ്തത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും ഒട്ടും കൂടുതലല്ല ജീരു. എന്തൊക്കെ ചുറ്റിക്കളികളായിരുന്നു. കമ്പനിയിലേക്ക് ബട്ടൺസ് വാങ്ങിക്കണം എന്ന് പറഞ്ഞു പോയ ആളുടെ പോക്കറ്റീന്നേ എന്താ കിട്ടിയത്? മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ബില്ല്. ഫോണില് രഹസ്യം പറയുന്നത് ആരോടാണെന്ന് ചോദിച്ചാ അത് ദാസങ്കിള്. അങ്കിൾ ഇങ്ങേരുടെ കാമുകിയായിരുന്നോ രഹസ്യം പറയാൻ? ആ, ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാ പുള്ളിക്കാരന്റെ വിചാരം. മതി ചേച്ചി, അതൊക്കെ കഴിഞ്ഞില്ലേ. ചേച്ചി മറന്നുകള, നമ്മുടെ രഘുവേട്ടനെ പറ്റിയൊരു അബദ്ധമല്ലേ. അതൊന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ല ചീരു. നമ്മള് ദൈവത്തെ പോലെ കരുതിയൊരു മനുഷ്യനെ നമ്മളെ വിഡ്ഢിയാക്കിക്കൊണ്ട് വേറൊരുത്തിയെ മനസ്സിൽ വെച്ച് നടക്കാന്ന് പറഞ്ഞ അതൊന്നും ഒരു പെണ്ണിന് സഹിക്കാൻ പറ്റില്ല മോളെ. ആ വേദന അനുഭവിച്ചവർക്കേ അറിയൂ. വേറെന്തൊക്കെ തെമ്മാടിത്തരം ചെയ്താലും വിനയനൊരിക്കലും നിന്നെ മറന്ന് വേറൊരു പെണ്ണിന്റെ കൂടെ പോയിട്ടില്ലല്ലോ. എടി, അവന് നീയെന്ന് വെച്ച ഭ്രാന്ത. ആ ഭ്രാന്ത് വേറൊരു തലവേദന ചേച്ചി. നമ്മളെ സംശയിച്ച് നമുക്കൊരു സ്വാതന്ത്ര്യം തരാതെ എന്തിനും ഏതിനും കണക്ക് പറഞ്ഞ് ഭാര്യ അടിമയായി കാണുന്നൊരു ഭർത്താവിന്റെ കൂടെ ജീവിക്കുന്നത് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ദുർവിധി. അങ്ങനെയുള്ളവർ ഒരിക്കലും സ്വയം തിരുത്തില്ല. സ്വാർത്ഥതയും സംശയവും അവരുടെ രക്തത്തിലുള്ളത്. രഘുവേട്ടൻ അങ്ങനെയല്ല. തന്റെ തെറ്റ് ഏറ്റു പറയാനും തിരുത്താനുള്ള മനസ്സ് രഘുവേട്ടനുണ്ട്. ലച്ചുമോളെ ഓർത്തെങ്കിലും ചേച്ചി രഘുവേട്ടനോട് കാണിക്കുന്ന അവഗണനയും വിദ്വേഷവും ഒന്ന് കുറയ്ക്കണം. എനിക്കതേ പറയാനുള്ളൂ. ഞാൻ ശ്രമിക്കുന്നുണ്ട് ചീരു. കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും എന്റെ ലച്ചുമോൾക്ക് വേണ്ടി അവളുടെ അച്ഛനോട് ഞാൻ വിട്ടുവീഴ്ച ചെയ്യും. അത് പോരേടി. തന്റെ തെറ്റ് ഏറ്റു പറയാനും തിരുത്താനുള്ള മനസ്സ് രഘുവേട്ടനുണ്ട്.